സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH-66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഞാനുള്ളത് പുറക്കാട്ടിരി കേട്ടോ. പുറക്കാട്ടിരി ഒരു അടിപൊളി കാഴ്ചയാണ്. പുറക്കാട്ടിരി നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ബോക്സ് ഗാർഡർ, റെഡിമെയ്ഡ് ബോക്സ് ഗാർഡർ എടുത്തു വെക്കുന്ന കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഏകദേശം അവിടുന്ന് ഇളകാൻ തുടങ്ങിയോ? ഇല്ല, ഒരു ട്രയലൊക്കെ നോക്കുന്നുണ്ട്. ഫസ്റ്റ് ഗാർഡറാണ്, പുറക്കാട്ടി ബ്രിഡ്ജിൻ്റെ ഫസ്റ്റ് ബോക്സ് ഗാർഡറാണ് എടുത്തു വെക്കാൻ പോകുന്നത്. ഗാൻട്രി ക്രെയിൻ ആട്ടോ. അതായത് നമ്മുടെ ലോഞ്ചർ സാധാ ലോഞ്ചറല്ല, ഇത് വെറൈറ്റിയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഇതാ നമ്മുടെ ഈ ട്രാക്കിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കാം. അവിടുന്ന് ബോക്സ് ഗാർഡർ ഈ ട്രാക്കിൻ്റെ മുകളിലേക്ക് എടുത്തതാ. രണ്ട് മെഷീൻ്റെ മുകളിലേക്കൊന്ന് അവിടെ ഉണ്ട്, അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം മെല്ലെ അങ്ങോട്ട് തള്ളി കൊണ്ടുപോയിട്ട് നമ്മുടെ ഗാൻട്രി ക്രെയിനിൻ്റെ മുകളിൽ കൊളത്തിയിട്ട് നമ്മുടെ പിയർ ക്യാപ്പിൻ്റെ മുകളിലേക്ക് ഇറക്കി വെക്കുന്ന ജോലിയാട്ടോ. നമുക്ക് കാണാം എങ്ങനെയൊക്കെ അവർ ചെയ്യുന്നതിനുള്ള. ഏതായാലും ഇവർ വളരെ സംസാര വിഷയത്തിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വജ്രത്തിൻ്റെ രാമനാട്ടുകര ആസ്ഥാനമായുള്ള വജ്രത്തിൻ്റെ 2 സൂപ്പർ ക്രെയിനുകൾ തന്നെയാണ് ഇവിടെ സെറ്റാക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വിഷ്ണു റസ്റ്റാ. അതിങ്ങനെ കുറച്ചു നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാട്ടോ. കുറച്ച് നേരമായി എങ്ങനെ നിൽക്കുന്നത് അവർ ഹോൾഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രീ ട്രസ്സിങ് ടെക്നോളജി അതിൻ്റെയൊക്കെ ചെക്കപ്പിന് വേണ്ടിയിട്ടാണ്. അതൊക്കെ ഒന്ന് കറക്റ്റ് ആ കേബിളുകൾ കറക്റ്റ് ടൈറ്റ് അല്ലെങ്കിലൊക്കെ അപകടമാണ്. അപ്പോൾ അതൊക്കെയാണ് അവർ കുറച്ച് നേരമായി അവിടെ ഇങ്ങനെ വെച്ച് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ 45 ടൺ വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ ബോക്സ് ഗാർഡർ. ഈ ഭാഗത്ത് അതിനെ തൂക്കിയെടുക്കാനുള്ള സാമാനങ്ങളൊക്കെ അത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 ഭാഗത്തും സെറ്റാണ്. അപ്പോൾ അടിയിലേക്കുള്ള ആ മരത്തിൻ്റെ കട്ടകൾ അതൊക്കെ അവിടെ സെറ്റാട്ടോ. സംഭവമൊക്കെ അവിടെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടിയിലൊക്കെ ഇനി അതിൻ്റെ മുകളിൽ കൊണ്ട് വെക്കുക. അങ്ങനെ 3 എണ്ണം വെക്കണം. അപ്പം മുകളിൽ കൂടി ഇതിൻ്റെ മുകളിൽ വേറെ മെഷീൻ ഉണ്ട്. അങ്ങനെ 2 ഭാഗം ഒരുപോലെ അങ്ങനെ നീങ്ങിയിട്ട് നമ്മുടെ 1 2 3 ഗാർഡർ വരും അല്ലേ. 1 2 യെസ് 3 ഗാർഡർ വരുന്നുണ്ട്. അതിൽ ഒരു ഫസ്റ്റ് ഇവിടെ വെക്കുക, ഒന്നും ഇവിടെ ആയിരിക്കില്ലേ, ഫസ്റ്റ് ഇവിടെ തന്നെ ആയിരിക്കും വെക്കുന്നത്. പിന്നെ അത് അപ്പുറത്തേക്ക് അങ്ങനെ മാറ്റി 3 എണ്ണം വെക്കും. അങ്ങനെ ഇവിടെ മൊത്തം എത്ര വെക്കാണ്ട് 3 6 9 12 15 ഗാർഡർ വെക്കാണ്ട് കേട്ടോ. 15 ബോക്സ് ഗാർഡർ. ആ ബോക്സ് ഗാർഡർ എത്ര വെയിറ്റ് വരുന്ന പറഞ്ഞേ 55 ടണ്ണ് മൊത്തം. 4 പീസായിട്ട് ജോയിൻറ്റ് ചെയ്താട്ടോ. അത് പ്രീ ട്രസ്സിങ് ടെക്നോളജീൻ്റെ മുകളിലാണ് സംഭവം. നമ്മുടെ കേബിൾ ഉള്ളിൽ കൂടി വലിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ഉറപ്പ് കിടക്കുന്നത്. അതിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്രീ ട്രസ്സിങ് ടെക്നോളജി കാണിക്കാം. കേബിളുകളൊക്കെ വലിച്ച് 4 ബോക്സിനെ വലിയ ഒരൊറ്റ ബോക്സ് ഗാർഡറാക്കി മാറ്റുന്ന ഒരു കാഴ്ച അവിടെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ട്രാക്ക് അവർ ആ ഭാഗം കഴിഞ്ഞ് പിന്നെ ഇത് അപ്പുറത്തേക്ക് മാറ്റി വെക്കുമായിരിക്കും പതിവ് അല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 ഗാർഡറേ കാണുന്നുള്ളൂ. ബാക്കിയുള്ള ഗാർഡറൊക്കെ അവർ ഇപ്പുറത്തുനിന്നും കൊണ്ടുവരേണ്ടതായിരിക്കും. ഇവിടെ കേട്ടോ സംഭവം ജോലികളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ മെഷീൻ വെച്ച് അങ്ങനെ ടൈറ്റാക്കി കൊണ്ടിരിക്കുന്നു കേട്ടോ. അത് അപകടം ഏരിയ ആണ് കേട്ടോ. അത് ഒരു ബോക്സ് ഗാർഡറിൽ എത്ര 110 കേബിൾ വരുന്നുണ്ട് കേട്ടോ. ഈ സൈഡിലെ മുകൾ ഭാഗം വരെ ടൈറ്റ് ആക്കുന്നുണ്ട്. 2 മുകൾ ഭാഗം ഉണ്ടോ അവിടെ 1 2 3 6 കേബിൾ അവിടെ വരുന്നുണ്ട്. 6 6 12. അതുകൂടാതെ ഈ അടിഭാഗത്ത് തന്നെ 110 കേബിൾ വരുന്നുണ്ട്. കാരണം ചിന്തിക്കാൻ പറ്റുമോ സംഭവം. ഇത് ഒരു മിനിമം ഈ അടിയത്തെ കേബിൾ ടൈറ്റ് ആക്കുന്ന മെഷീൻ ഇതാട്ടോ. സംഭവം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് കേബിൾ അങ്ങനെ ടൈറ്റ് ആകും. കേബിൾ ടൈറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതുപോലുള്ള പ്ലേറ്റ് ആട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത്. അത് അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ടൈറ്റ് ആകും കേട്ടോ സൈഡിൽ. ആണ്ടാ ആ ചെറിയൊരു സാധനം കണ്ടോ അതിൻ്റെ മുകളാട്ടോ ഇത് വലിച്ച് ടൈറ്റാക്കി അവിടെ പ്രസ്സാക്കിയ സാധനം.
പിന്നെ അപ്പുറത്തുനിന്ന് വിടൂലത്. ഇവിടെയൊക്കെ ഫുള്ള് കമ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ മെഷീൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇവിടെ വന്ന് ടൈറ്റ് ആക്കാം കേട്ടോ. ഇതിലാണ്, ഈ സാധനത്തിലാണ് ഫുള്ള് ടൈറ്റ് ആക്കിയിട്ട് അവിടെ സെറ്റാക്കുന്നത്. ഇത് നമുക്ക് ജോയിൻ്റ് കാണാം. ജോയിൻ്റ് അവർ വേറെ പുട്ടിയൊക്കെ ഇട്ട് വെച്ച് അടച്ചിട്ടുണ്ടല്ലോ. റമദാൻ മാസമായതാണ്ടോ. ഇങ്ങനത്തെ 4 എണ്ണം കേട്ടോ. 4 എണ്ണം ഇവിടെ കമ്പി അങ്ങോട്ട് കേബിൾ ഇങ്ങോട്ട് ടൈറ്റ് ആയതിനനുസരിച്ച് മൂപ്പർ അടുക്കും. അത് അടുത്തതിന് ശേഷം അവർ എന്തോ ഒരു സംഭവം നല്ലൊരു ഗമ്മിട്ട് അടയ്ക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഞാൻ കണ്ടിരുന്നത് സംഭവം ഒരു സ്പാനിലുള്ള 3 ഗാഡർ, ബോക്സ് ഗാഡർ ഈ ഭാഗത്ത്, ബാക്കി 12 എണ്ണം ആ ഭാഗത്തായിട്ടുള്ളത്. ഇവിടെയൊക്കെ കേബിള് ഇടേണ്ട ജോലികളൊക്കെ കഴിഞ്ഞു. ഇനി മെഷീൻ വെച്ച് ടൈറ്റാക്കുക. അതാണ് ആ കേബിളിൻ്റെ വലിയ റോളായിരുന്നത്. ആ റോളൊക്കെ കയറുന്നു. എത്ര റോള് കൊണ്ടുവന്നുണ്ടാവില്ലേ. ഓക്കെ, സംഭവം ഇവിടെ ഏതോ ഒരു കേബിളൊക്കെ വലിക്കുമ്പോൾ പൊട്ടിന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. മെഷീൻ്റെ മുകളിൽ ടൈറ്റ് ആക്കണ സാധനമല്ലേ. അങ്ങനെ അടുത്തതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാട്ടോ. ഓരോ സാമഗ്രികൾ ഇതിലേക്ക് ഇടുന്നു. ഇതിനുള്ളിൽ കയറ്റാൻ പണിയാണ്. ചിന്തന വെളിച്ചം അപ്പോൾ സ്നേഹിതന്മാരെ, സംഭവം ഉണ്ടല്ലോ, സംഭവം അവരിന്ന് എടുത്തു വെക്കുന്നില്ല കേട്ടോ. അവരത് ചെറിയൊരു ടെസ്റ്റിങ്, അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെ ഓഫീസിൽ നിന്ന് അവർ വിളിച്ചു പറഞ്ഞു ആയില്ല എന്ന് പറഞ്ഞിട്ട് അവർ നാളെ രാവിലെ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും ഇന്ന് വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ കാഴ്ചകൾ മൊത്തം കാണിച്ചിട്ടേ പോള്. ഇത് ചെറിയ 5 എണ്ണം ഉള്ളത്. ഇതൊക്കെ ഇവിടെ ഈ 10-20 എണ്ണമൊക്കെ ഉള്ള ക്യാബുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറ്റാണ് അവർക്ക് പാട്. എല്ലാ ഹോൾസിലേക്കും ഇങ്ങനെ കറക്റ്റായിട്ട് എങ്ങനെ കയറ്റണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിലെ ഹോൾസിലേക്ക് അതിൻ്റെ ആ മെഷീൻ അതാണ് കേട്ടോ. പിന്നെ സംഭവം എന്താണ്, ഹൈഡ്രോളിക് ടൈറ്റാട്ടോ. ഹൈഡ്രോളിക് പരിപാടിയാണിത്. അതിന് മുകളിൽ അങ്ങനെ ടൈറ്റാക്കിയിട്ട് ഈ മെഷീനതാണ്. ഓരോ ലെയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കില്ല. ഇതൊക്കെ എന്തായാലും ഓരോരോ പരിപാടികൾ, കണ്ടുപിടുത്തങ്ങൾ, ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണൊക്കെ. നമുക്കൊരു മുട്ടുസൂചി പോലും ഇനി കണ്ടുപിടിക്കാൻ കഴിയുമോ? അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ മേലോട്ട് വെക്കും. ഇതിൻ്റെ ഉള്ളിൽ കയറ്റുന്ന പരിപാടി. ഏതായാലും സ്നേഹിതന്മാരെ, ഇവിടെ സംഭവം എല്ലാ ബോക്സ് ഗാഡറും ഇങ്ങനെ ടൈറ്റാക്കി കൊണ്ടുവയ്ക്കണ പരിപാടി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബോക്സ് ഗാഡർ എടുത്ത് വെക്കണ കാഴ്ച പിന്നീട് ഒരിക്കൽ കാണിക്കാം. ഓക്കെ, ഇന്നിപ്പോൾ ഏതായാലും അവർ എടുത്ത് വെക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നല്ല നാട് പിടിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.